ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്നുള്ളത് കടൽ തീരം കഫേയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ലൊക്കേഷൻ അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കയറി വന്നപ്പോൾ തന്നെ നമ്മൾ അവിടെ ക്യാരം ബോർഡ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്യാരം ബോർഡ് കുറച്ച് നേരം കളിച്ച് അവിടുത്തെ വ്യൂ ആംബിയൻസ് ഒക്കെ കണ്ടിരുന്ന് കടലിൻ്റെ അടുത്തായിട്ട് പൊളിയാണ് ഗായ്സ്. അപ്പോൾ അധികം ചൂടൊന്നും ഇല്ലായിരുന്നു. നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇത് കാന്താരിയാണ് ഗായ്സ്. ഉണക്കമീനുണ്ട്, ചൂര് പൊരിച്ചതുണ്ട്, മുട്ടക്കോസ് തോരൻ, ചമ്മന്തി. എന്നിട്ട് നമ്മൾ ആ പഴങ്കന്നിയിലോട്ട് ആ പുളിയാണ് ഒഴിച്ച് പിന്നെ സൈഡ് ഐറ്റംസ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഉണക്കമീനും ആ ചൂരയും കൂടെ പിച്ചിട്ട് നമ്മളെല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഒരു പിടിയങ്ങ് പിടിച്ച്. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു, മസ്റ്റ് ട്രൈ സാധനം. എന്നിട്ട് നമ്മൾ നോർമൽ കന്നിയിലോട്ട് കൈവച്ചായിരുന്നു. നോർമൽ കന്നിയും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ സൈഡിൽ വന്ന ഐറ്റംസ് വേറെ ലെവലായിരുന്നു. പിന്നെ ആ കൂടെ കിട്ടിയ കറി, ആ മീൻ മുളകിട്ടത്, അത് ഒരു രക്ഷയില്ലായിരുന്നു. നമ്മളവിടെ പുളിയാണോ എന്ന് പറയും, പുളിയാണോ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തുകൂടെ ഇഷ്ടപ്പെട്ട കന്നി എന്ന് വെച്ചാൽ കാന്താരി കന്നിയായിരുന്നു. നിങ്ങൾ ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് കാന്താരി കന്നി. നമ്മൾ വന്നത് ചട്ടിച്ചോറിനായിരുന്നു, പക്ഷേ ചട്ടിച്ചോറ് ഫിനിഷായി, പെട്ടെന്ന് ഇവിടെ കഴിയും. രാവിലെ ഇവിടെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ ടൈമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കടലിൻ്റെ അടുത്തായതുകൊണ്ട് നല്ല ചൂട് കാണുമെന്ന്. ഇല്ല, നമ്മൾ അകത്തിരിക്കാൻ സെറ്റപ്പ് ഉണ്ട്. നല്ല കടൽ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, വർക്കലയിൽ കിട്ടാമെന്ന് വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ പഴകന്നിയും ഉണ്ട്, ചട്ടിച്ചോറും ഉണ്ട്. നിങ്ങളെല്ലാവരും വന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ വരാൻ നേരത്ത് ചെലക്കൂര് വള്ളക്കടവ് കടൽ തീരം കഫേയാണ്. അപ്പോൾ ബൈ ഫ്രം അപ്പു.